हेलो फ्रेंड्स, वेलकम टू अ न्यू एपिसोड ऑफ कला अक्षया। आज मम्मी मुझे एक स्पेशल डोसा रेसिपी बताने वाली है, पंचरत्न डोसा। तो चलो देखते हैं। ഹായ്, നാളെ നമ്മുടെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് പഞ്ചരത്ന ദോശ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത്. So let's look into the ingredients. കടലപ്പരിപ്പ് ഒരു പാത്രം, चना दाल, ഇത് ഉഴുന്ന് പരിപ്പ്, उड़द दाल, ഇത് ചുമന്ന പരിപ്പ്, मसूर दाल, ഇത് ചെറുപയർ പരിപ്പ്. मूंग दाल. ഇനി ഇത് 4 പാത്രം ആകുമ്പോൾ ഇതിൽ 5 പാത്രം, ഇതുകൊണ്ട് അതേ പാത്രം തന്നെയാണ്, ഇതിൽ 5 പാത്രം പച്ചരിയാണ്. ओके, रॉ राइस. ഇത് 5 മുളകുണ്ട്, വറ്റൽ മുളകാണ്. ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ? രാത്രി നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുതിർത്താൻ വയ്ക്കുക. കഴിയും. अभी हमने दाल के लिए जो कप यूज किया था ना, उसी में 5 कप्स ऑफ रॉ राइस लेते हैं. ഇത് കഴുകി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കുറച്ച് വെള്ളം നിറച്ച് കുതിരാനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മുളകും അതിലിട്ട് വയ്ക്കുക. ഈ മുളകും വെള്ളത്തിലിട്ട് വയ്ക്കണം. Okay. Now mix all of these, wash them well, add 4 to 5 dried red chilies to it and allow them to soak overnight. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചത് ഇന്ന് നമുക്ക് അരയ്ക്കണം. ഇപ്പം അതിന് വേണ്ടി അപ്പോൾ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഒരു 6 പച്ചമുളകുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കരിവേപ്പില, അതും കൂടെ ചേർക്കണം. ചുമന്ന മുളക് ഇന്നലെ ഇട്ട് വെച്ചിരുന്നു വെള്ളത്തിൽ. ഇപ്പം അരയ്ക്കുമ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് വേണം അരയ്ക്കാൻ. तो चलो अब हम ये ग्राइंड कर लेते हैं and while grinding add 5 to 6 green chilies, 1 inch of ginger and few curry leaves and grind it to a fine batter. ഇനി ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപ്പിടണ്ടേ. Now add salt to taste പിന്നെ ഉണ്ടല്ലോ കുറച്ച് കായത്തിൻ്റെ പൊടി വേണം and a pinch of hing powder and mix it well. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ദോശയുടെ മാവത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ ചട്നി വേണ്ടേ. അപ്പം ഇനി ചട്നി ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ദോശ ഉണ്ട്. अब चटनी के बिना डोसे का क्या मजा. तो डोसा हम गर्मा गर्म बाद में बनाते हैं, पहले उसका चटनी बनाते हैं. കുറച്ച് നമുക്ക് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്ര എടുക്കാം. ഇത് കുറച്ച് പൊട്ടുകടല, ओके, फुटाना दाल, ഫുട്ടാണ്. ഇത് പച്ചമുളക്, मिर्ची, ഇത് മല്ലിയുടെ ഇല, മല്ലിയില, कोथिंबीर, കുറച്ച് കരിവേപ്പിൻ്റെ ഇല, कड़ी पत्ता, नारियल. നമ്മൾ നാളികേരം, ഉപ്പ് പിന്നെ അരയ്ക്കുമ്പോൾ ചേർത്താൽ മതി. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാമോ? കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ പൊട്ടുകടലയും പച്ചമുളകും മല്ലിയിലയും കരിവേപ്പിലയും കൂടെ ഒന്ന് ചൂടാക്കണം. ഇതിൻ്റെ ഒരു മണം, പച്ചമണം ഉണ്ട്, അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാക്കിയതിന് ശേഷം നാളികേരം കൂട്ടിയിട്ട് അരക്കണം. നാളികേരം വറക്കേണ്ട ആവശ്യമില്ല, ഇത് 4 കൂടെ വറക്കണം. तो चटनी के लिए हमें चाहिए 1 कप ऑफ ग्रेटेड कोकोनट, 1 कप ऑफ फुटाना दाल, 5 to 6 ग्रीन चिलीज, हैंडफुल ऑफ कोरिएंडर लीव्स एंड अ फ्यू करी लीव्स. अब हम इन सब को थोड़े से ऑयल में फ्राई कर लेते हैं टू गेट रिड ऑफ द रॉ टेस्ट ऑफ फुटाना दाल. Sort them for a while. ഗ്യാസ് ഓഫ് ചെയ്യാം. Now switch off the flame and add in the grated coconut. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. Now grind it to a fine അപ്പോൾ paste. അരച്ച് നമ്മുടെ ചട്നി തയ്യാറായിട്ടുണ്ട്. ഇതിൽ ഉപ്പിട്ടിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഉപ്പിടാൻ മതി ആവശ്യത്തിനനുസരിച്ച്. And then add some salt to taste. നല്ലപോലെ mix ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറക്കാം. अब इसको तड़का देना है. ആദ്യം കുറച്ച് In a pan, take some oil, കടുക്, add in some mustard seeds. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ Once they crackle, ഉഴുന്ന് പരിപ്പ് ഇടണം കുറച്ച്. add urad dal, അതൊരു ടേസ്റ്റാണ് ചട്നിയുടെ.
പിന്നെ മുളക്, ചുമന്ന മുളക് പൊട്ടിച്ചത്, then 3 to 4 dried red chilies കരിവേപ്പില. and some curry leaves. Sort them well. ഉഴുന്നുപരിപ്പ് വറുത്തിടുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ചട്നി. अब हमारी चटनी को तड़के का मेकअप लगा देते हैं. तो चटनी रेडी. अब बनाते हैं हमारा गर्मा गर्म डोसा. तो ये रहा हमारा पंचरत्न डोसा विथ आवर यमी चटनी एंड सांबार. അനി ഇനി ഇതിനേക്കാൾ ഹെൽത്തി ആയിട്ട് മമ്മി ഒരു ദോശ ഉണ്ടാക്കി തരട്ടെ. ഈ മാവ് തന്നെ കുറച്ചെടുക്കുക. എന്നിട്ടുണ്ടല്ലോ ഇതിലതാണ് ഗ്യാസ് ഒന്ന് കുറച്ച് വയ്ക്കാം. മുരിങ്ങയില, ഈ മുരിങ്ങയില ഇതിലിട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ഡ്രംസ്റ്റിക്കിൻ്റെ ലീവ്സ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ദോശ ഉണ്ടാക്കി കഴിക്കും. നല്ലതാണ്, നല്ല ടേസ്റ്റ്. നാട്ടിലെല്ലാം ഇത് ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു. അമ്മൂമ്മ ഉണ്ടല്ലോ, മമ്മിയുടെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ദോശയിൽ മുരിങ്ങയിലൊക്കെ ഉണ്ടാക്കി തരും. Okay, so mummy has given this pancharatna dosa a healthy twist by adding drumstick leaves to the batter. ഈ ദോശ ഉണ്ടല്ലോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്, ഹെൽത്തിയാണ്. रेडी। तो चलो ये भी हम सेम चटनी के साथ टेस्ट कर लेते हैं। सो डू ट्राई आउट दिस टू सुपर easy, yummy and healthy dosa and let us know your feedback in the comments. Please do like and share our video and subscribe to Kala Akshaya if not yet done. Thank you.